മൈൻഡ് ഒറ്റ ഒറ്റ മൈൻഡ് മൈൻഡ് സംസാരിക്കാം, കുഴപ്പമില്ല, ഒറ്റ ഒറ്റ സംസാരിക്കാം. മൈൻഡ് ഒറ്റ മൈൻഡ്. ഒറ്റ മൈൻഡ്. ഗൈസ് എല്ലാരും ഹെഡ്സെറ്റ് ഒക്കെ വെച്ചു. ഒറ്റ മൈൻഡ്. 4K വിഷയമായിരിക്കും 4K. നോർത്തേൺ ഇറാഖ്. ഒന്നും CG ഇല്ല, മൊത്തം സെറ്റ് ഇട്ടേക്കും. ജോക്കി ഇതാണ് ജോക്കി ചെറിയ പടം എന്ന് പറഞ്ഞ പുള്ളി. എന്റെ ചോദ്യം അതാണ്. ഇത് തുടരുമില്ലേ? തുടരും. ആ മോഹൻലാലിന്റെ ദൃശ്യം കൈൻഡ് ഓഫ് സാധനമാണ്. എന്റെ പൊന്നു. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ട്, സ്റ്റീഫൻ. എന്റെ പൊന്നു, എന്ത് ഫ്രെയിംസ് ഒക്കെയാ ജോക്കി. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi Abram Nexus in one place. This is our chance. Shall we move in? So, ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. ആ ഫ്രെയിം നോക്ക് എന്റെ അളിയാ. He's coming back. അബ്രഹാം ഇങ്ങനെ ഒന്ന് സ്ക്രീനിൽ കാണാൻ എത്ര നാളായിട്ട് ഞാൻ കൊതിച്ചിരിക്കുമെന്നറിയോ. സത്യം പറയാലോ സീരിയസ് കണ്ടോടാ? ഇല്ല ജോക്കി കണ്ടില്ല. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ തിരിച്ച് ഇത്രയും കിടിലം ഒരു ഇതായിട്ടില്ല. ഇനി ഞാൻ സ്ക്രീനിൽ കാണാൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമെന്നറിയോ ഞാൻ. ഖുറേഷി അബ്രഹാം കേട്ടോ. മോഹൻലാലിന്റെ ഒരു ഷോട്ട് ഉണ്ട്, തോക്കും I get that chance. We're moving in. അബ്രഹാം This deal is with the devil. ലോങ് ഷോട്ട് അല്ലേ? टाइटल का इसे इഷ്ടപ്പെട്ടില്ല, ഫോണ്ട് ഇഷ്ടപ്പെട്ടില്ല. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. ഭയങ്കര കുറവാന്നാ പറഞ്ഞേക്കുന്നത്. ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ അല്ലേ? എന്റെ അപ്പൊ നാളെ എന്തായാലും ഇങ്ങനത്തെ കോപ്പിറൈറ്റ് വരില്ലാന്നെങ്കിൽ പറയണം. ഓക്കെ. അപ്പൊ ഗൈസ് ലൈവിൽ തന്നെ ഒരു ബാക്കപ്പ് ചാനൽ തുടങ്ങാം. എന്തായാലും ബാക്കപ്പ് ചാനൽ തുടങ്ങി വെച്ചേര്, ഇൻകേസ് പൃഥ്വിരാജ് കേട്ടില്ലെങ്കിലോ. നിങ്ങളെല്ലാം കേട്ടല്ലോ. ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ മെരജിന്റെ അടുത്ത് പറഞ്ഞു വേണ്ട 27 മാർച്ച് വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ജോക്കി. സത്യമായിട്ടും ഒന്ന് നേരത്തെ ഇറക്കാൻ പറയോ ജോക്കി, അല്ലെങ്കിൽ ഇവര് ടീസർ ഇറക്കാൻ. ആകെയുണ്ടെങ്കിൽ അപ്പഴത്തേക്ക് ആശാനിങ് വിളി വരും. സത്യല്ലേ? ആശ വെളി വരും, എന്തായാലും വരും. 27 മാർച്ച് വരെ പോകില്ല. 27 മാർച്ച് വരെ പോവില്ല. 27 മാർച്ച് വരെ എന്തായാലും പോവില്ല. അതിനു മുമ്പ് എന്തായാലും ചെറുക്കൻ വെളി വരും. അല്ല ചെറുക്കല്ല, പെങ്കൊച്ച് വെളി വരും. ജോക്കി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് ആണാണോ പെണ്ണാന്ന് അറിഞ്ഞൂടല്ലോ, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആൺകുഞ്ഞ, അപ്പൊ കുഴപ്പമില്ല, ആശാനിക്ക് വെളി വരും. ആശീർവാദ് ലൈവിൽ പറഞ്ഞതാ കോപ്പിറൈറ്റ് കിട്ടും. ആശീർവാദ് എവിടെ വന്ന് ലൈവിൽ പറഞ്ഞ കോപ്പിറൈറ്റ് കിട്ടും? ലൈവായിരുന്നു ജോക്കി. റിയാക്ട് ചെയ്യുന്ന വാർണിംഗ്, we have detected video in your stream belonging to someone else. Your stream may temporarily blocked if you plan to continue. more info. അത് കണ്ടന്റ് ക്ലെയിം സംസാരിക്കടാ, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല. ഇതൊക്കെ എല്ലാവർക്കും കിട്ടി, ഇത് എല്ലാവർക്കും വരുന്നത്. ശാസ്ത്രമൊക്കെ പിന്നെ എന്തുമായിട്ട് കാണിക്കുന്നു. ചാനല് പോയി രാജുവേട്ടനെ വിളിക്കണം. ചാനൽ വിളിക്കണോ?
എടാ ഒന്നും പോത്തില്ലടാ ഇറക്കാം അങ്ങനെ ഒന്നും. ചോക്കി ലൈവ് എൻഡ് ആവുന്നതിന് മുമ്പ് പുതിയ ചാനലിലെ ലിങ്ക് ഇടട്ടെ? അല്ല, ഞാൻ ഒന്നും വേണ്ട. അല്ല അണ്ണ ഞാൻ ഒന്നും വേണ്ട. പെട്ടെന്ന് ലൈവ് നിർത്തുക, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അണ്ണ അടുത്ത ലൈവ് ഇടുക. അപ്പൊ പിള്ളേർക്ക് റിയാക്ഷൻ ഉള്ളവന്മാർ കണ്ടന്റുമായി, അണ്ണ റിയാക്ട് ചെയ്യുന്നതായി, പുതിയ ലൈവ് ഇടുക. പോരെ, പ്രശ്നം തീർന്നില്ലേ? പക്ഷെ അസാമൊക്കെ എങ്ങനെ എത്ര പേര് റിയാക്ട് ചെയ്യുന്നു കുത്തി അവര് ഫുൾ വീഡിയോ പ്ലേ ചെയ്യത്തില്ല ജോക്കി. അവര് ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് കാണിക്കത്തില്ല ജോക്കി. അണ്ണാ ന്യൂ ചാനലിലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറി ഇടണേ. ന്യൂ ചാനലിലെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ തന്നെ. ന്യൂ ചാനൽ ലിങ്ക് ആശീർവാദ് ലൈവിൽ പറഞ്ഞത് ആ കോപ്പിറൈറ്റ് കിട്ടും ചെകുത്താൻ. ലോഞ്ച് ഇവന്റ് ലൈവിൽ പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞത് ലോഞ്ച് ഇവന്റിന്റെ ക്ലിപ്സോ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്താലോ ലോഞ്ച് ഇവന്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തതെന്നാ ഇത് ക്ലെയിമേ ഉള്ളൂ. പേടിച്ച് മുള്ളുന്ന എന്തുവാ? നിന്റെ ചാനൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാനൽ തുടങ്ങിയിട്ട് 600 പിറ്റേ ദിവസം അടിക്കും. പൃഥ്വിരാജ് ചേട്ടാ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഇത്രയും ബൂസ്റ്റ് ഒക്കെ തരുന്നല്ലേ, പ്ലീസ് നമുക്ക്. ഈകളെ അത് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ, നീ വിട് ചില്ലി. ഇത് ഞാൻ രാജേട്ടനെ വിളിക്കുന്നുണ്ടോ? ഇതിപ്പോ സംഭവം ജോക്കി ബാൻഡാടി പെരുമാറിന്റെ വിലക്ക് ചേട്ടത്തിനാണ് ഇപ്പാണ് പരിപാടി കേട്ടാ. നമ്മളടുത്ത് കാര്യമൊന്നുമല്ല. എന്റെ ചാനല് പോയി. പക്ഷെ പ്രശ്നം എന്താ പറയാ, ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചേ. ആശീർവാദ് അല്ല പ്രൊഡക്ഷൻ, ലൈക്കാണ് പ്രൊഡക്ഷൻ. അപ്പൊ എന്തായാലും കൊണ്ടുപോകും. ജനറൽ വീസിൽ 634 പൃഥ്വിരാജിരിപ്പുണ്ട്. പുള്ളിക്കാരനോട് പറഞ്ഞാൽ മതിയോ? അതിപ്പോ ഏത് വീഡിയോ നോക്കിയാലും വരും. പറയുന്നൊരു ക്ലിപ്പ് ഗ്രൂപ്പിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ചാറ്റി പറയുന്നു ബെറ്റർ റിമൂവ് ദ വീഡിയോ ആൻഡ് സ്റ്റാർട്ട് ഫ്രഷ്. ഡോണി ഡി പി ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡോണി ഡി പി ബ്രോ, നമ്മൾ ഈ വീഡിയോ ഇപ്പൊ 13,000 ആൾക്കാരിലേക്ക് എത്തിച്ച് ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, ലാലേട്ടന്റെ കംബാക്ക്. പ്രൊമോഷൻ അല്ലേ, അത് ഫ്രീ ആയിട്ട്. നിന്റെ പ്രൊമോഷൻ കിട്ടിയിട്ടാണോ ലാലേട്ടൻ ജീവിക്കാനെന്ന് ചോദിക്കും. അത് അങ്ങനെ ചോദിക്കരുത് ആരും, അങ്ങനെ ചോദിക്കരുത്. പക്ഷെ നല്ല എടാ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഓരോരുത്തരുടെ ഇതിന് വാല്യൂ ഇല്ലേ ജോക്കി? ഇപ്പൊ പടം ഞാൻ പറയാം, പടം 99 ലക്ഷത്തി ഇപ്പൊ 100 രൂപ ടിക്കറ്റിനാണെങ്കിൽ 99,90,900,900 നിൽക്കുന്ന സമയത്ത് ഞാൻ 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴല്ലേ അത് 1 കോടിയാവുന്നേ. കണക്ക് തെറ്റിയല്ലേ? കണക്കും തെറ്റി. ബാക്കിയുള്ളവരൊക്കെ റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അവരുടെ ഫേസ് ക്യാം ഇട്ടത്. അവര് വീഡിയോ ആരും പ്ലേ ചെയ്തിട്ടില്ല. പ്ലേ ചെയ്തിട്ടില്ല. ആണോ? സാറിന് ഷസാമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ പ്ലേ ഇല്ല അണ്ണാ. ഇപ്പൊ ആരും പ്ലേ ചെയ്തിട്ടില്ല. പക്ഷേ വീഡിയോ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. അതിന് ഷസാം വീഡിയോ ഇട്ടില്ലല്ലോ. വീഡിയോ ഇട്ടെന്ന് ലൈഫ് ഓഫ് ഷസാമി പോടെ ഇറങ്ങി കാണത്തുമില്ല. ഇങ്ങനെ ശ്വാസം വിടാം കേട്ടോ, ഇനി ശ്വാസം പക്ഷെ അതില് ഫേസ് ക്യാം വലുതും റിയാക്ഷൻ അടുത്ത് ഇവിടെ നടക്കണ ഞാനും വൃത്തിയായും തമ്മിലുള്ള വാറടക്കം. അതിന്റെ ഇടയ്ക്ക് നീ സ്പ്രേ മുഞ്ചിക്കൊണ്ടിരിക്കില്ല എന്റെ അടുത്ത്. ഇത് ദേഹത്ത് വീണ സീനാണടാ ഇത്. ആരാടാ സൗണ്ട് ബോർഡ് പ്ലേ ചെയ്യുന്നേ? എനിക്ക് ജോക്കി അത് ഓഫ് ചെയ്തിട്ട് ജോക്കി, ഞാൻ അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുവാ. ഞാൻ ഓഫ് ചെയ്തിട്ട് ഭയങ്കര ഓഫ് ചെയ്യുന്ന സെറ്റിംഗ്സിലാ. ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ വൃത്തിയായിട്ട് ഡീൽ ചെയ്തോളാം. അതൊന്നും പ്രശ്നമില്ല. ഒരു കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും, അത് കിട്ടും. രാജോട്ടാണ് ഡീൽ ചെയ്തോളാം. രാജോട്ടാണ് ഡീൽ ചെയ്തോളാം. സീനില്ല നമുക്ക് സിറ്റി കയറാം. എടാ വാ സിറ്റി വാട്ടോ, സിറ്റി വാ. ഇന്ന് ഏത് സിറ്റിയിലാ കയറുന്നത്? പഴയ IP ആണോ പുതിയ IP ആണോ ഒന്നും അറിഞ്ഞൂടാ. നീ നേരത്തെ കയറിയ IP തന്നെ കയറിയാ മതി. അത് കയറിയപ്പോ ക്യാരക്ടർ അല്ല അതൊട്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ട്. ഞാൻ കേറണേ. അന്നെ വരിക പുതിയ ചാനൽ മോഡാക്കാൻ മറക്കല്ല ചേട്ടാ. അന്നെ നീയും കൂടി ഇത് പറ കേട്ടാ. അന്നെ ലൈവ് ഡിലീറ്റ് ലൈവിനകത്തെ ആർക്കോടെ സിനിമ നടന്നിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു പേടിയില്ലാത്ത ആളാണ്. അവനെ കിക്കിനകത്ത് ഈ പരിപാടി കാണിച്ചാലാണ് അവന്